പരക്കനാശം. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും. ഒരിങ്ങൽകുത്ത് ഡാമിലെ രണ്ടാമത്തെ സ്ലൂയിസ് വാൽവും കൂടി തുറന്നു. പടിയൂർ മേഖലയിൽ ശക്തമായ കാറ്റിൽ വൻ നാശം. മായന്നൂർ, മേലൂർ, മാള എന്നിവിടങ്ങളിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റി. അതീവ സുരക്ഷയിലാണ് വിയ്യൂരിലേക്ക് കൊണ്ടുവന്നത്. ഗോവിന്ദച്ചാമിയെ ഏകാന്ത തടങ്കലിലാക്കി. അയ്യന്തോൾ മേഖലയിൽ കന്നുകാലി ശല്യം രൂക്ഷം. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന കന്നുകാലി കൂട്ടങ്ങൾ വാഹനയാത്രികർക്കും പ്രദേശവാസികൾക്കും ഭീഷണിയായി മാറുന്നു. സി മുകുന്ദൻ എംഎൽഎയ്ക്ക് സഹായവുമായി സിപിഐ നേതൃത്വം. എംഎൽഎയുടെ വീടിന്റെ ജപ്തി ഒഴിവാക്കാൻ പാർട്ടി ഇടപെടുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. എംഎൽഎയെ സന്ദർശിച്ച മന്ത്രി കെ രാജൻ. ആമ്പല്ലൂരിൽ അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവർമാർ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. മാടക്കത്തറ സ്വദേശി കുളങ്ങരപ്പറമ്പിൽ വീട്ടിൽ ഋതുവിനാണ് കുത്തേറ്റത്. വടക്കാഞ്ചേരി അകമല പുഴിയോട് വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. തുടർച്ചയായി 11ാം ദിവസമാണ് മേഖലയിൽ കാട്ടാന എത്തുന്നത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ പരക്കനാശം. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തൃശൂർ ജില്ലയിൽ റെഡ് അലർട്ട് തുടരുകയാണ്. പീച്ചി ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ ശക്തമായി തുടരുന്നതിനാൽ ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ പീച്ചി ഡാം ഷട്ടറുകൾ ഞായറാഴ്ച 4 ഇഞ്ച് വീതം കൂടുതൽ ഉയർത്തും. നിലവിൽ ഓരോ ഷട്ടറുകളും 8 ഇഞ്ച് വീതം ഉയർത്തിയിട്ടുണ്ട്. മണലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. പൊരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി ഡാമിലെ രണ്ടാമത്തെ സ്ലൂയിസ് വാൽവ് കൂടി തുറന്നു. ചാലക്കുടി പുഴയിൽ വെള്ളം ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണം. കേരള തീരത്ത് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. മഹാരാഷ്ട്ര, കേരള തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നതാണ് മഴ ശക്തമാകാൻ കാരണം. അതേസമയം മഴക്കെടുതി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടാൻ ജില്ല പൂർണ്ണ സജ്ജമെന്ന് കളക്ടർ അറിയിച്ചു. അണക്കെട്ടുകളിലെ ജലനിരപ്പ് സംബന്ധിച്ച് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കളക്ടർ അറിയിച്ചു. കനത്ത മഴയിൽ ജില്ലയിൽ പരക്കനാശം. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. വൈദ്യുതി ബന്ധം തകരാറിലായി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ശക്തമായ മഴയിൽ പടിയൂർ മേഖലയിൽ കനത്ത നാശം. ചെട്ടിയാൽത്തറയിൽ താമസിക്കുന്ന ചെറിയത്ത് റോസിയുടെ വീട്ടിലെ ഷീറ്റ് പറന്നുപോയി. 1500 സ്ക്വയർ ഫീറ്റുള്ള ഇരുമ്പ് ഷീറ്റാണ് കാറ്റത്ത് പറന്നുപോയത്. വീട്ടിലെ വയറിങ്ങിനും ഇലക്ട്രോണിക് വസ്തുക്കൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പടിയൂർ അന്നപൂർണേശ്വരി റോഡിന് സമീപം വൻമരം കടപുഴകി വീടിന് മുകളിൽ വീണു. ചാരുന്തറ ആനന്ദിന്റെ വീടിന് മുകളിലാണ് സമീപത്ത് നിൽക്കുന്ന വലിയ പുളിമരം കടപുഴകി വീണത്. എടത്തുരുത്തി പല്ലയിൽ കനത്ത കാറ്റിൽ മരക്കൊമ്പൊടിഞ്ഞു വീണ് മസ്ജിദിന് നാശനഷ്ടം. ബദരിയ മസ്ജിദിന് മുകളിലേക്കാണ് മരക്കൊമ്പൊടിഞ്ഞു വീണത്. വരവൂർ കുമരപ്പനാലിൽ വൻ തേക്കുമരം കടപുഴകി വീണ് വീട് തകർന്നു. പട്ടത്തുവിളപ്പിൽ ശ്യാമോഹന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. വീട്ടുപറമ്പിൽ നിന്നിരുന്ന വൻ തേക്കുമരം കടപുഴകി വീഴുകയായിരുന്നു. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇവർ ബന്ധുവീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട്. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് വീട് തകർന്നു വീണു. കണ്ണമ്പാറ മേലേതിൽ പരമേശ്വരന്റെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. പഞ്ചായത്തിന്റെ അതിദാരിദ്ര്യ പട്ടികയിലുള്ള വ്യക്തിയാണ് പരമേശ്വരൻ. തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന പരമേശ്വരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ, വാർഡ് മെമ്പർ റിജി ജോർജ് എന്നിവരും വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. മായന്നൂരിൽ കനത്ത മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കുന്നത്തുവീട്ടിൽ ഉഷിയുടെ വീട്ടിലെ കിണറാണ് മഴയിൽ ഇടിഞ്ഞു താഴ്ന്നത്. ഉപയോഗശൂന്യമായ കിണറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വീട് അപകട ഭീഷണിയിലാണെന്ന് ഉഷ പറഞ്ഞു. പാവർട്ടി അമ്പലനട ചുക്കുബസാർ റോഡിൽ ഞാവൽ മരത്തിന്റെ കൊമ്പുകൾ വീണ് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. കണ്ണനായ്ക്കൽ കുര്യൻ ബാബുവിന്റെ വീട്ടുവളപ്പിലെ ഞാവൽ മരത്തിന്റെ ശിഖരമാണ് അടർന്നു വീണത്. ഇതേ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി ബന്ധവും തകരാറിലായി. കേബിൾ നെറ്റ്വർക്ക് സംവിധാനവും തടസ്സപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് എം റജീന, വാർഡ് മെമ്പർ സിൽജി ജോജു, ബാബു ആന്റണി, കെ.ഡി. ജോസ് എന്നിവർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ശക്തമായ കാറ്റിൽ ചൊവ്വന്നൂർ കല്ലഴിക്കുന്ന 3 സെന്റ് കോളനിയിൽ പന കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. മുത്തുപീടിക വീട്ടിൽ പരേതനായ ജോസിന്റെ വീടാണ് തകർന്നത്. സംഭവസമയം വീട്ടിൽ ജോസിന്റെ പ്രായമായ മാതാവും ഭാര്യ ജയയും ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. മലക്കപ്പാറ റോഡിൽ മരം വീണ് 2 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. തോട്ടപ്പുഴ വ്യൂ പോയിന്റിന് സമീപമാണ് മരം വീണത്. ഇതോടെ ഇരുവശത്തുമായി വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. കൊല്ലത്തിരുമേട് ഷോളയാർ സ്റ്റേഷനുകളിൽ നിന്നും എത്തിയ വനപാലകർ മരം മുറിച്ചുമാറ്റി. മേലൂർ ശാന്തിപുരത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു. നെറ്റിക്കാടൻ തങ്കമ്മ ജോസിന്റെ പറമ്പിൽ കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കിണറാണ് മോട്ടോറടക്കം ഇടിഞ്ഞുപോയത്. മോട്ടോറിന്റെ ഷെഡും കിണറ്റിലേക്ക് വീണു. മാളയിൽ കിണറിനൊപ്പം വഴിയും ഇടിഞ്ഞു താഴ്ന്നു. പൊയ്യ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ അനുഗ്രഹം റോഡിലാണ് 3 വീടുകളിലേക്കുള്ള വഴിയും കിണറും ഇടിഞ്ഞു വീണത്. സമീപത്തെ പറമ്പിലെ മതിൽ പൊളിച്ചാണ് 3 കുടുംബങ്ങളെയും പുറത്തു കടത്തിയത്. 5 വീട്ടുകാർ ഉപയോഗിച്ചിരുന്ന കിണറാണ് വഴിയടക്കം ഇടിഞ്ഞത്. ഇവർ ഉപയോഗിച്ചിരുന്ന 5 മോട്ടോറുകളും കിണറിനകത്തേക്ക് വീണു. വെളുത്തുകടവുകാരൻ ഐഷാബി യൂസഫ്, മടത്തിപ്പറമ്പിൽ സന്തോഷ്, പറക്കുളത്ത് സന്തോഷ് എന്നിവരുടെ വീടുകളിലേക്കുള്ള വഴിയാണ് കിണറിനൊപ്പം ഇടിഞ്ഞുപോയത്. അപ്പൊ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു മണ്ണ വീണെന്നുള്ളത്. ഞങ്ങൾ അങ്ങോട്ട് കിടക്കെ നോക്കി, ഇങ്ങനെ ഷീറ്റിന്റെ മുകളിൽ എന്തെങ്കിലും വീഴണ്ടെന്നോ വിചാരിച്ച.
അങ്ങനെ ഞങ്ങൾ രണ്ടാളും വർത്താനം പറഞ്ഞ് അത് അങ്ങോട്ടും പോയി ഞാൻ അകത്തേക്ക് പോയി ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ് അതിപ്പോൾ ഒന്ന് പറഞ്ഞ് വീണതും വെള്ളം അങ്ങനെ തെറിച്ച് അവിടെ നിന്ന് അകത്തേക്ക് വന്നില്ല. കല്ല് വീണപ്പോൾ തന്നെ ഭയങ്കര ഒച്ചയിട്ട് ഞങ്ങൾ വേഗം പുറത്തേക്ക് നോക്കുമ്പോൾ കിണറിടിയെന്താ കണ്ടത്. ശക്തമായ കാറ്റിലും മഴയിലും മങ്ങാട് പശുത്തൊഴുത്തും കോഴിക്കൂടും തകർന്നു. വടക്കുമുറി പട്ടിക്കാട്ടിൽ മുരളിയുടെ തൊഴുത്തും തൊഴുത്തിനോട് ചേർന്ന് പുല്ല് ശേഖരിച്ചു വെക്കുന്ന മുറിയും കോഴിക്കൂടുമാണ് തകർന്നത്. അപകടം നടക്കുന്ന സമയത്ത് പശുക്കളെ തീറ്റയ്ക്ക് തൊട്ടടുത്ത പറമ്പിലേക്ക് കൊണ്ടുപോയിരുന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വാർഡ് മെമ്പർ ES സുരേഷ് സ്ഥലത്തെത്തിയിരുന്നു. വിവിധ ബ്യൂറോ റിപ്പോർട്ടുകളോടെ ന്യൂസ് ഡെസ്ക് TCV. ശക്തമായ മഴയിൽ തൃശൂരിൽ പഴകിയ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു. അയ്യന്തോളിലെ അപ്സര ലോഡ്ജിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. കാലപ്പഴക്കത്താൽ നിലവിൽ പ്രവർത്തനരഹിതമായതിനാൽ മറ്റ് അപകടങ്ങൾ ഉണ്ടായില്ല. എന്നാൽ ഈ കെട്ടിടത്തോട് ചേർന്നും സമീപത്തുമായി നിരവധി വീടുകളാണുള്ളത്. മഴ ശക്തമായി തുടർന്നാൽ കെട്ടിടത്തിന്റെ ബാക്കി ഭാഗങ്ങളും തകരുമോ എന്ന ആശങ്കയിലാണ് സമീപവാസികൾ. ജീർണാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ജില്ലാ ഭരണകൂടത്തിനും കോർപ്പറേഷനും പ്രദേശവാസികൾ നിവേദനം നൽകിയിരുന്നു. ഗോവിന്ദച്ചാമിയെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റി. അതീവ സുരക്ഷയിലാണ് വിയ്യൂരിലേക്ക് കൊണ്ടുവന്നത്. ഗോവിന്ദച്ചാമിയെ ഏകാന്ത തടങ്കലിലാക്കി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയതിന് പിന്നാലെയാണ് ജയിൽ മാറ്റം. അതീവ സുരക്ഷയിലാണ് വിയ്യൂരിലേക്ക് കൊണ്ടുവന്നത്. കണ്ണൂർ ജയിലിൽ ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ സുരക്ഷയിലാണ് ഗോവിന്ദച്ചാമിയെ വാഹനത്തിൽ കയറ്റിയത്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് യാത്രയിലുടനീളം കനത്ത സുരക്ഷ ഉറപ്പാക്കിയിരുന്നു. വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാൻ ഇന്നലെയാണ് തീരുമാനമെടുത്തത്. വിയ്യൂർ ജയിലിലെ ഏകാന്ത തടവിലാണ് ഗോവിന്ദച്ചാമിയെ താമസിപ്പിക്കുന്നത്. ഇവിടെ ഒരു സെൽ നേരത്തെ തന്നെ ഒഴിച്ചിട്ടിരുന്നു. 36 കോടി ചെലവിൽ എല്ലാവിധ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെ നിർമ്മിച്ച വിയ്യൂർ അതിസുരക്ഷാ ജയിലിൽ പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 2019 ജൂലൈയിൽ പ്രവർത്തനം തുടങ്ങിയ ജയിലിൽ ഇപ്പോൾ 125 കൊടും കുറ്റവാളികളുണ്ട്. 536 പേരെ പാർപ്പിക്കാനുള്ള സൗകര്യമാണുള്ളത്. ആകെയുള്ള 192 സെല്ലുകളിൽ 60 എണ്ണമാണ് ഏകാന്ത സെൽ. ഇവിടെ അന്തേവാസികൾക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല. ഭക്ഷണത്തിനും പുറത്തിറങ്ങാൻ അനുവാദമില്ല. നേരിട്ട് സെല്ലിൽ എത്തിച്ചു നൽകും. 4.2 മീറ്ററാണ് സെല്ലുകളുടെ ആകെ ഉയരം. പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവുള്ള മതിലുണ്ട്. ഇതിനു മുകളിലാണ് 10 അടി ഉയരത്തിലുള്ള വൈദ്യുതി വേലി. മതിലിന് പുറത്താണെങ്കിൽ 15 മീറ്റർ വീതം ഉയരമുള്ള 4 വാച്ച് ടവറുകളുണ്ട്. ഇതിൽ 24 മണിക്കൂറും സായുധരായ കാവൽക്കാരും. ഇങ്ങനെ കണ്ണിമ ചിമ്മാത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലേക്കാണ് കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമി എത്തിയിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. വിയ്യൂർ ജയിലിലെത്തിയ ഗോവിന്ദച്ചാമി ഉച്ചയ്ക്ക് കഴിച്ചത് ചോറും മട്ടനും. ശനിയാഴ്ച 12:30യോടെ വിയ്യൂർ ജയിലിലെത്തിച്ച ഗോവിന്ദച്ചാമിയെ ഉടൻ തന്നെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റി. ജയിലിൽ ശനിയാഴ്ച ചോറും മട്ടനുമാണ് മെനു. ഉച്ചഭക്ഷണത്തിന്റെ സമയമായതിനാലാണ് ഗോവിന്ദച്ചാമിക്ക് ചോറും മട്ടനും നൽകിയത്. റിപ്പർ ജയാനന്ദൻ, നരബലി കേസിലെ പ്രതി ഭഗവത് സിംഗ് തുടങ്ങിയവരുടെ സെല്ലിന് സമീപമാണ് ഗോവിന്ദച്ചാമിയുടെ സെല്ലും. ഗോവിന്ദച്ചാമിയെ 24 മണിക്കൂറും നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അയ്യന്തോൾ മേഖലയിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കന്നുകാലികൾ പൊതുജനങ്ങൾക്ക് ഭീഷണിയായി മാറുന്നു. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന കാലിക്കൂട്ടങ്ങളാണ് വാഹനയാത്രികർക്കും പ്രദേശവാസികൾക്കും ഭീഷണിയായി മാറുന്നത്. ജില്ലാ ഭരണസിരാ കേന്ദ്രമായ സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് നീണ്ട ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കന്നുകാലിക്കൂട്ടങ്ങൾ വിഹരിക്കുന്നത്. കന്നുകുട്ടികൾ ഉൾപ്പെടെ 15ഓളം കാലികളാണ് നിരത്തുകളിലൂടെ മേഞ്ഞു നടക്കുന്നത്. മഴ പെയ്താൽ കടത്തിണ്ണകളിലും വീടുകൾക്ക് മുൻപിലും തമ്പടിക്കുന്ന കാലിക്കൂട്ടങ്ങൾ വെയിൽ സമയത്തും രാത്രികാലങ്ങളിലും റോഡിലും നടപ്പാതകളിലും കിടക്കുന്നതും പതിവ് കാഴ്ചയാണ്. ഇത് വാഹനയാത്രികർക്ക് വലിയ അപകട ഭീഷണിയായി മാറുന്നു. വീടുകളുടെ ഗേറ്റുകളിലും പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിലും കൊമ്പുകൊണ്ട് കുത്തി കേടുവരുത്തുന്നതും കുട്ടികളടക്കമുള്ളവരെ കുത്താൻ ഓടിക്കുന്നതും പതിവായിരിക്കുകയാണ്. വീടുകളിലും പൊതുസ്ഥലങ്ങളിലും നട്ടുവളർത്തിയ ചെടികളും ഫലവൃക്ഷ തൈകളും അടക്കം കണ്ണിൽ കണ്ടതെല്ലാം തിന്നു നശിപ്പിച്ച് സ്വൈരവിഹാരം നടത്തുന്ന കാലിക്കൂട്ടങ്ങളെ പൊതുസ്ഥലത്തേക്ക് അഴിച്ചുവിട്ടിരിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകണമെന്നാണ് പ്രദേശവാസികളുടെയും വാഹനയാത്രക്കാരുടെയും ആവശ്യം. തെരുവുനായ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന പൊതുജനത്തിന് കന്നുകാലികളും ഇപ്പോൾ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. TCV, തൃശൂർ. ഇടവേള. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആടിസയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. CC മുകുന്ദൻ MLA യെ എല്ലാവിധത്തിലും പാർട്ടി സഹായിക്കുമെന്ന് മന്ത്രി കെ രാജൻ. MLA-യുടെ അപകട വാർത്തയറിഞ്ഞ് വീട്ടിൽ എത്തിയതായിരുന്നു മന്ത്രി. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ എന്നിവർക്കൊപ്പമാണ് മന്ത്രി എത്തിയത്. വാർത്തകൾ വന്നതിനെ തുടർന്ന് വീടിന്റെ ജപ്തി നടപടികൾക്ക് താൽക്കാലിക വിരാമം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നിരവധി വ്യക്തികൾ സഹായ വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും എന്നാൽ ഇനിയെല്ലാം പാർട്ടിയുടെ തീരുമാനമനുസരിച്ചായിരിക്കുമെന്നും CC മുകുന്ദൻ MLA പറഞ്ഞു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ MLA-യെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയിരുന്നു. തുടർ ചികിത്സയ്ക്കാവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യാമെന്നും അറിയിച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും MLA-യെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. എൻ്റെ പാർട്ടി അടക്കം അപ്പോൾ അതൊക്കെ സഹായിച്ചു വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതൊക്കെ പിന്നെ ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പോൾ ഏറ്റവും അപകടസ്ഥിതി കാലാണ്. പിന്നെ അതുപോലെ ഈ വാർത്തകളൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മുടെ ജപ്തി നടപടിയൊക്കെ ചിലപ്പോൾ തൽക്കാലം നിർത്തിവെക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. വേറെ പ്രത്യേകതയൊന്നും ഇതുമായി ബന്ധപ്പെട്ട് പറയാനില്ല. ദേശീയപാത ആമ്പല്ലൂരിൽ അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവർമാർ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. പുതുക്കാട് മാടക്കത്തറ സ്വദേശി കുളങ്ങരപ്പറമ്പിൽ വീട്ടിൽ ഋതുവിനാണ് കുത്തേറ്റത്. ചുമലിൽ കുത്തേറ്റ ഋതുവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് ലോറിയുമായി രക്ഷപ്പെട്ട പ്രതി അജ്മലിനെ പുതുക്കാട് പോലീസ് പൊങ്ങത്ത് നിന്ന് പിടികൂടി. വടക്കാഞ്ചേരി അകമല കുഴിയോട് വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തി. തുടർച്ചയായി ഇത് 11ാം ദിവസമാണ് ഈ മേഖലയിൽ കാട്ടാന എത്തുന്നത്. അകമല കുഴിയോട് വെള്ളാംകുണ്ടിൽ വീട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ കൃഷിയിടത്തിലാണ് കാട്ടാന ഇറങ്ങിയത്. കൃഷിയിടത്തിൽ തൊഴിലാളികൾ ഇറങ്ങിയപ്പോൾ കാട്ടാനയെ കാണുകയായിരുന്നു. ഇതോടെ തൊഴിലാളികൾ ഭയന്നോടി. പകൽ സമയത്ത് കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനയുടെ ദൃശ്യങ്ങൾ തൊഴിലാളികൾ പകർത്തി. വിവരമറിഞ്ഞ് വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും ഫോറസ്റ്റ് ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ദേശീയപാതയിൽ ചാലക്കുടി പോട്ടയിൽ നിർത്തിയിട്ടിരുന്ന തടി ലോറിയുടെ പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. പേരാമ്പ്ര സ്വദേശി ചേർപ്പുകളരിക്കൽ 37 വയസ്സുള്ള കീർത്തി സി രാജാണ് മരിച്ചത്. അയ്യമ്പുഴ സ്വദേശി ചക്കിയത്തുമുട്ട് വീട്ടിൽ ടെസ്റ്റിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച അർദ്ധരാത്രിയായിരുന്നു സംഭവം. അയ്യമ്പുഴയിലേക്ക് തടി കയറ്റി പോയിരുന്ന ലോറി ടയർ പൊട്ടി വഴിയിൽ കിടന്നു. ടയർ മാറ്റുന്നതിനിടെയാണ് യുവാവ് ഓടിച്ചിരുന്ന ബൈക്ക് തടിയിൽ വന്നിടിച്ചത്. വാഹനങ്ങളെ നിയന്ത്രിച്ച് റോഡിൽ നിന്നിരുന്ന ടെസ്റ്റിന്റെ ദേഹത്തും ബൈക്ക് ഇടിച്ചു. കീർത്തിരാജിനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പിന്നീട് മരണപ്പെട്ടു. ടെസ്റ്റിൻ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ വയോധികയുടെ മോഷണം പോയ മാല പോലീസ് കണ്ടെടുത്തു. അറസ്റ്റിലായ പ്രതികളുമായി മാല പണയം വെച്ച കേച്ചേരിയിലെ ജ്വല്ലറിയിലെത്തിയാണ് 4 ഗ്രാമോളം തൂക്കം വരുന്ന മാലയുടെ ഒരു ഭാഗം പോലീസ് കണ്ടെടുത്തത്. കുന്നംകുളം ആനായ്ക്കൽ സ്വദേശി ആനായ്ക്കൽ വീട്ടിൽ വിനീഷ്, കാണിപ്പയ്യൂർ സ്വദേശി മേൽവീട്ടിൽ ദിജീഷ് എന്നിവരുമായാണ് പോലീസ് ജ്വല്ലറിയിലെത്തിയത്. കുന്നംകുളം കാണിപ്പയ്യൂർ സ്വദേശി മംഗളോദയം റോഡിൽ താമസിക്കുന്ന അമ്പലത്തിങ്കൽ വീട്ടിൽ ശാരദയുടെ 1.5 പവൻ തൂക്കം വരുന്ന മാലയുടെ ഒരു ഭാഗമാണ് പ്രതികൾ കവർന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സംഭവം. ചാലക്കുടി ബീവറേജ് ഔട്ട്ലെറ്റിൽ മോഷണം. 50,000 രൂപയോളം വില വരുന്ന മദ്യം നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. 2,000 രൂപയും സ്മാർട്ട് വാച്ചും മോഷ്ടാവ് കവർന്നു. 1ാം നിലയിൽ പ്രവർത്തിക്കുന്ന പ്രീമിയം കൌണ്ടർ കുത്തിത്തുറന്നായിരുന്നു മോഷണം. മുഖംമൂടി ധരിച്ചെത്തിയ മോഷ്ടാവ് 4 CCTV ക്യാമറകളിൽ 3 എണ്ണവും വിച്ഛേദിച്ചിരുന്നു. ഒരു ക്യാമറയിൽ നിന്ന് മോഷ്ടാവിന്റെ അവ്യക്ത രൂപം കിട്ടിയിട്ടുണ്ട്. ശനിയാഴ്ച പുലർച്ചെ 12 മണിക്ക് ശേഷമായിരുന്നു മോഷണം. ചാലക്കുടി DYSP PC ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസും ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറും മോഷണം നടന്ന ബീവറേജിൽ പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്തെത്തിയിരുന്നു. യാത്രക്കാരെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന റോഡ് നാട്ടുകാർ അടച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പത്താഴക്കാട് മുള്ളൻ ബസാർ റോഡ് ഗതാഗത യോഗ്യമല്ലാതായ സാഹചര്യത്തിലാണ് നാട്ടുകാർ വഴിയടച്ചത്. നേരത്തെ തന്നെ തകർന്ന നിലയിലായിരുന്ന റോഡ് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ കുഴിയെടുത്തതോടെ തീർത്തും ശോചനീയാവസ്ഥയിലായി. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പള്ളിനട അഞ്ചങ്ങാടി റോഡിനെയും അമ്പലനട SN പുരം റോഡിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത്. 100 കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമായ ഏക ബസ് സർവീസ് പോലും റൂട്ട് മാറി ഓടുന്നതിനാൽ പ്രദേശവാസികൾ ദുരിതത്തിലാണ്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ റോഡ് അടച്ചത്. രാത്രി കല്യാണത്തിന് പോയതെന്ന് ഒരു ഉപ്പയും ഒരു മോളും PSN കാവിലേന്ന്. അപ്പൊ ഒച്ചയായിട്ടിട്ട് ഞങ്ങൾ വിചാരിച്ച് പോയിരിക്കും. കുറച്ചതിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കണം. വെള്ളം താഴ്ത്താന്ന് പറഞ്ഞു വീണതാണോ?
കുഴിയിൽ അങ്ങോട്ട് വീണ് മോള് ചാടിയപ്പത്തിനും അങ്ങോട്ട് വീണ് മുട്ട് പൊട്ടി. അവർക്കൊല്ല അപകടം പറ്റേ മുട്ട് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ആകെ കല്യാണത്തിന് ഇട്ടുണ്ടായ ഡ്രസ്സൊക്കെ ചീത്തായി. അപ്പൊ ഞാൻ മുണ്ട് കൊടുത്തു, ഷർട്ട് മാറ്റാൻ പ്രാങ്ങളതല്ലേ. ഇന്നലെ ആ ഒരു ഭർത്താവ് വന്നിട്ട് വീട്ടിൽ പറ്റിന്ന് പറയാൻ പറ്റില്ല. അവളെ കുഴിയണ്ടില്ലേ, ഞാനും പതുക്കൊന്ന് ചാടി കൂട്ടുകൊണ്ട് വന്നിട്ട് ആ കുഴിയോടെ ഞാൻ ഇങ്ങനെ ഒതുങ്ങി വരുന്നത്. നല്ല വലിയ കുഴിയാണ് അത്. റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വാദം. കുടിവെള്ള പദ്ധതിക്ക് 6 മാസം മുൻപാണ് റോഡ് കുഴിച്ചത്. വൈകാതെ ടാറിംഗ് നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നാളിതുവരെ നടപടിയുണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി അതേമാതിരി 2 ദിവസം മുമ്പ് 3-4 അപകടങ്ങളുണ്ടായിരുന്നു. വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അറിയാൻ പറ്റുന്നില്ല. എതിരെ വണ്ടി വരുമ്പോൾ സൈഡ് കൊടുക്കുന്നതാണ്. അയാൾ കുഴിയിൽ വീണ്ടും മറിഞ്ഞു വീഴുന്നു. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപകടങ്ങൾ കൂടി വരികയാണ്. ആ റോട്ടിൽ ഒരുപാട് ആൾക്കാർ ആ റോട്ടിൽ വീണിട്ടുണ്ട്. ഞാനിവിടുത്തെ ഒരു ആംബുലൻസ് ഡ്രൈവർ കൂടിയാണ്. നമുക്കതിൽ ഒരു വയ്യായിക വന്ന വണ്ടി ഓടിച്ച് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ കൂടിയാണ് ആ റോഡ് കിടക്കുന്നത്. ഒരുപാട് ആളുകൾ, പ്രദേശവാസികളും ദൂരസ്ഥലങ്ങളിലുള്ളതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ വീണ് വലിയ അപകടം സംഭവിച്ചിട്ടുള്ള റോഡാണ് ഈ റോഡ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അധികം പഴക്കമില്ലാത്ത റോഡാണിത്. പക്ഷേ ഈ റോഡ് ഈ അവസ്ഥയിലേക്ക് എത്താൻ കാരണം വാട്ടർ അതോറിറ്റിയാണ്. ജനകീയ പ്രതിഷേധത്തിന് സബീർ കളപ്പുരയ്ക്കൽ, ഫൈസൽ പൊന്നാത്ത്, ഫൈസൽ പറക്കോട്ട്, സിറാജ് കുറ്റിക്കാട്ടിൽ, ആഷിഖ് ഇബ്രാഹിം തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പ്രമുഖ കവിയും വിവർത്തകനുമായിരുന്ന ആറ്റൂർ രവിവർമ്മയുടെ 6ാം ചരമവാർഷിക ദിനത്തിൽ കേരള സാഹിത്യ അക്കാദമി തൃശൂരിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച ആറ്റൂർ ഓർമ്മയിൽ സാഹിത്യ നിരൂപകൻ KC നാരായണൻ ആറ്റൂർ രവിവർമ്മ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കവിയും നോവലിസ്റ്റുമായ മനോജ് കുറൂർ മുഖ്യപ്രഭാഷണം നടത്തി. ആറ്റൂർ കവിതകളുടെ പരിഷ്കരിച്ച പതിപ്പിന്റെ പ്രകാശനം, കവിതാവതരണം എന്നിവയും നടന്നു. സ്മരണയ്ക്കോ അത് ആരാധിക്കാനോ ആയിട്ടാണ് ജോഷിക്കാരൻ്റെ ഒരു വിഗ്രഹമാണ് ആ അമ്പലത്തിലുള്ളത്. ആ അമ്പലത്തിലുള്ള പ്രസാദം എന്ന് പറയുന്നത് കഞ്ചാവാണ്. മദ്യമില്ല, മദ്യത്തിൻ്റെ ഒരു വിപത്തുമില്ല. മദ്യ ആളുകൾ പൊതുവെ കഴിക്കണമെന്ന് കണ്ടില്ല, മദ്യഷാപ്പുകളും കണ്ടിട്ടില്ല. പക്ഷെ കഞ്ചാവ് സുലഭമാണ്. അപ്പോൾ ആ സുലഭമായിട്ടുള്ള കഞ്ചാവ് ട്രെയിൻ പിടിക്കണം, എനിക്ക് നടക്കാലോ. ലോക നാടകവേദിയിൽ മലയാളത്തിന്റെ കയ്യൊപ്പ് ചാർത്താൻ തൃശൂരിന്റെ പിയർ ഗിറ്റ്. റഷ്യൻ തിയേറ്റർ ഫെസ്റ്റിവലിൽ അരങ്ങേറുന്ന ആദ്യ ഇന്ത്യൻ നാടകമാകാൻ ഒരുങ്ങുകയാണ് പിയർ ഗിറ്റ്. സാറേ, എന്റെ പഴയ സ്വഭാവമൊക്കെ മാറ്റി നല്ല മനുഷ്യനായി ഞാറവഴിക്ക് ജീവിച്ചോളൂ സാറേ. സാറേ, നീ പോയിക്കോ. നിന്റെ യാത്രയുടെ അവസാനം 2ാമത്തെ നാൽക്കവലയിൽ നിന്നെ ഞാൻ കണ്ടുമുട്ടും. ഓർത്തോ, അവന്റെ ഹൃദയം അത് എനിക്ക് അവകാശപ്പെട്ടതാണ്. തന്റെ ഈ നാടകം ഞാൻ പൊളിക്കും. നോർവീജിയൻ നാടകകൃത്തായ ഹെൻറിക് ഇബ്സന്റെ പിയർ ഗിന്റ് എന്ന നാടകത്തിന്റെ പുനരാവിഷ്കാരമാണിത്. തൃശൂർ ഓക്സിജൻ തിയേറ്റർ കമ്പനിയാണ് മലയാളത്തിൽ പിയർ ഗിന്റിനെ അരങ്ങിലെത്തിക്കുന്നത്. കേരളത്തിന്റെ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിൽ ഉൾപ്പെടെ രാജ്യത്തെ നിരവധി വേദികളിൽ അരങ്ങേറിയ നാടകം 2023 ചൈനയിലുമെത്തി. ഇതോടെയാണ് സംഘത്തിനെ തേടി റഷ്യയിൽ നിന്ന് പ്രത്യേക ക്ഷണമെത്തിയത്. 1 നൂറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള അലക്സാണ്ട്രസ്കി തിയേറ്റർ ഫെസ്റ്റിവലിലേക്കാണ് ആ ക്ഷണം. ഇന്ത്യയിൽ നിന്ന് ഇതാദ്യമായാണ്, അതും ഒരു മലയാള നാടകത്തിന് ഇങ്ങനെയൊരവസരം ലഭിക്കുന്നത്. 2023 ചൈനയിൽ നടന്നിട്ടുള്ള വൂച്ചൻ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ഉണ്ട്. ഇത് ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലാണ്. ആ ഫെസ്റ്റിവലിന്റെ ഓപ്പണിംഗ് നാടകമായിട്ട് പിയർ ഗിന്റാണ് ഉണ്ടായിരുന്നത്. ഈ റഷ്യയിൽ നിന്ന് അവിടുത്തെ ക്യൂറേറ്റേഴ്സോടെ വന്നിരുന്നു, ഈ നാടകം കണ്ടിരുന്നു. എന്നിട്ട് അവർ നമ്മളെ കണ്ടിട്ടാണ് പോയത്. അവർ വളരെയധികം നാടകം നന്നായി അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഒരുപാട് ചരിത്രം എന്ന് പറഞ്ഞാൽ റഷ്യൻ റവല്യൂഷൻ കണ്ടിട്ടുള്ളൊരു തിയേറ്ററാണിത്. അവിടെ സ്റ്റാൻസ്ലാവ്സ്കി, മെയർഹോൾഡ്, ചെക്കോവ് പോലുള്ള ആളുകളൊക്കെ നാടകം കളിച്ചിട്ടുമുണ്ട്. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ഒരു കമ്പനിക്ക് ഒരു നാടകം കളിക്കാനായിട്ട് അലക്സാണ്ട്രിൻസ്കി ഫെസ്റ്റിവലിലേക്ക് ഒരു ക്ഷണം കിട്ടുന്നത്. അത് നമ്മൾ അലക്സാണ്ട്രിൻസ്കി ഫെസ്റ്റിവലിലെ മെയിൻ സ്റ്റേജിലാണ്. എന്ന് പറഞ്ഞാൽ 1760 വർഷം പഴക്കമുള്ള അലക്സാണ്ട്രിൻസ്കി തിയേറ്ററിൻ്റെ പ്രധാനപ്പെട്ട വേദിയിലാണ് പിയർ ഗിന്റ് കളിക്കുക എന്നുള്ള പ്രാധാന്യം കൂടിയുണ്ട്. ഇതിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് ചന്ദ്രൻ വെയ്യാട്ടുമ്മൽ എന്ന് പറഞ്ഞ് ഇന്ന് എന്തൊക്കെ ഇല്ല, അദ്ദേഹം നമ്മൾ പിരിഞ്ഞുപോയി. ഖസാക്കിന്റെ ഇതിഹാസിന്റെ ഒക്കെ നാടകത്തിന് മ്യൂസിക് ചെയ്തിട്ടുള്ള ആളാണ് ചന്ദ്രേട്ടൻ. ഇംഗ്ലീഷ് സബ്ടൈറ്റിലോടെ മലയാളത്തിൽ തന്നെ അരങ്ങിലെത്തുന്ന നാടകത്തിൽ തൃശൂർ ഭാഷയും ഉണ്ടാകുമെന്നത് സാംസ്കാരിക നഗരിക്ക് കൂടുതൽ തലയെടുപ്പേകും. നടൻ K ഗോപാലനാണ് പിയർ ഗിന്റായി എത്തുന്നത്. സംവിധായകൻ ദീപൻ ശിവരാമൻ, ജോസ് P റാഫേൽ, ജെയിംസ് ആലിയ, CR രാജൻ, ജോസ് കോശി തുടങ്ങിയവരും കഥാപാത്രങ്ങളായി രംഗത്തെത്തും. 20 അംഗ സംഘമാണ് നാടകത്തിൻ്റെത്.
സെപ്റ്റംബർ 2-3 തീയതികളിലാണ് മലയാളത്തിന്റെ പിയർഗിന്റ് റഷ്യയിൽ അരങ്ങേറുക. അതിന്റെ അഭിമാന ആവേശത്തിലും അവസാനഘട്ട ഒരുക്കത്തിലുമാണ് സംഘം. നെഞ്ചും കൂടിനകം സൂക്ഷിച്ചു വെച്ചോ, അല്ലെങ്കിൽ ഹൃദയം വല്ല പേപ്പട്ടിയും കൊണ്ടുപോയി തിന്നും. ദൈവത്തെ ഓർത്ത് പിടിവിടും. നീ വീണ്ടും ദൈവത്തെ വിളിക്കുന്നോ? ചെകുത്താനെ വിളിയടാ. TCV തൃശൂർ. കാർഗിൽ വിജയദിനത്തിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് അയ്യന്തോൾ അമർ ജവാൻ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു, കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ ഈനാശുവിന്റെ ഭാര്യ സിജി, ടോണി ചാക്കോള, BJP സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുധീഷ് മേനോത്തുപറമ്പിൽ, പൂർണിമ സുരേഷ്, സുജയ് സേനൻ, MS സമ്പൂർണ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരതയൂർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ജില്ലാ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ അയ്യന്തോൾ അമർ ജവാൻ ജ്യോതിയിൽ കാർഗിൽ ദിനം ആചരിച്ചു. എക്സ് സർവീസസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് K അശോക് കുമാർ അധ്യക്ഷനായിരുന്നു. മേയർ MK വർഗീസ് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച് വീരസൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ചു. P ബാലചന്ദ്രൻ MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച കേണൽ വിശ്വനാഥന്റെ സഹധർമ്മിണി ജലജ വിശ്വനാഥൻ, ഹവൽദാർ ഈനാശുവിന്റെ ഭാര്യ CG ഈനാശു, മഹിളാ വിംഗ് പ്രസിഡന്റ് ശോഭന വിദ്യാസാഗർ, കൌൺസിലർമാർ പ്രസാദ്, സുനിത ബിനു, എക്സ് സർവീസസ് ലീഗ് സെക്രട്ടറി ബേബി മാത്യു, ട്രഷറർ ഉദയകുമാർ തുടങ്ങിയവർ പുഷ്പചക്രം സമർപ്പിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കാർഗിൽ വിജയ് ദിവസ് ആചരണത്തിന്റെ ഭാഗമായി എൻഡ്യൂറൻസ് അത്ലറ്റ് ഓഫ് തൃശൂരിന്റെ നേതൃത്വത്തിൽ 6 കിലോമീറ്റർ ഓട്ടം സംഘടിപ്പിച്ചു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സംഘടിപ്പിച്ച ഓട്ടത്തിൽ 100ഓളം പേർ പങ്കെടുത്തു. അയ്യന്തോൾ അമർ ജവാൻ സ്മാരകത്തിൽ നിന്ന് ആരംഭിച്ച ഓട്ടം കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് അശോക് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. വിവർത്തന സാഹിത്യകാരനായിരുന്ന EK ദിവാകരൻ പോറ്റിയുടെ 20ാം ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ നടന്ന അനുസ്മരണം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. PN ഗോപികൃഷ്ണൻ അധ്യക്ഷനായി. R രാജഗോപാൽ സ്മാരക പ്രഭാഷണം നടത്തി. EK ദിവാകരൻ പോറ്റി സ്മാരക പുരസ്കാരം AK റിയാസ് മുഹമ്മദിന് വേണ്ടി മക്കൾ ഏറ്റുവാങ്ങി. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, ED ഡേവിസ്, I ബാലഗോപാലൻ, വടക്കേടത്ത് പത്മനാഭൻ, ബാബു പടിയത്ത, PK കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. കവിതയും നാടകവും വിവർത്തനവും ഒക്കെ ആഗ്രഹമായി സൂക്ഷിച്ചിരുന്നു. ജൂലിയസ് സൂക്ഷിക്കുന്നത് അനാദി കൃതികൾ മലയാളത്തിന്റെ ഭാഷയ്ക്ക് വലിയ ഇഷ്ടംപോലെ. ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതികൾക്ക് 8 വർഷവും 1 മാസവും കഠിന തടവും 11,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. അത്താണി സ്വദേശി ദേവൻ, മലപ്പുറം സ്വദേശി വിനോജ് എന്നിവരെ വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ശിക്ഷിച്ചത്.
2023 നവംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. വീട്ടിൽ നിന്നും കടയിലേക്ക് പോയ പരാതിക്കാരനെ കെൽട്രോൺ സെന്ററിൽ വെച്ച് പ്രതികൾ കൂട്ടം ചേർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ES സീനത്ത് കോടതിയിൽ ഹാജരായി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഇല്ലനിറയും തൃപ്പുത്തരിയും വിപുലമായ ചടങ്ങുകളോടെ നാളെ നടക്കും. കർക്കടക മാസാചരണത്തിന്റെ ഭാഗമായി കുടുംബങ്ങളുടെ സർവ്വ ഐശ്വര്യങ്ങൾക്കായാണ് വിശേഷാൽ ചടങ്ങായ ഇല്ലനിറ നടത്തുന്നത്. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രത്തിനകത്തെ നമസ്കാര മണ്ഡപത്തിൽ എത്തിക്കുന്ന പ്രത്യേകം തയ്യാറാക്കിയ 300ഓളം കതിർക്കറ്റകൾ പൂജിച്ചതിനു ശേഷം 8 മണിയോടെ ഭക്തജനങ്ങൾക്ക് സൌജന്യമായി വിതരണം ചെയ്യും. ക്ഷേത്രം മേൽശാന്തി മുല്ലനേഴി ദിലീപൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. വിശേഷാൽ നിവേദ്യമായ തൃപ്പുത്തരി പായസവും ഉണ്ടാകും. 500 ലിറ്റർ പുത്തരിപ്പായസം നിവേദിക്കും. ചെമ്മന്തിട്ട പാടശേഖരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കതിർക്കറ്റകളാണ് ചടങ്ങിന് ഉപയോഗിക്കുന്നത്. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും തിരക്ക് നിയന്ത്രിക്കുന്നതിനാവശ്യമായ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് അയിനപ്പുള്ളി എന്നിവർ അറിയിച്ചു. ഇറിഗേഷൻ വിഭാഗത്തിന്റെ അനാസ്ഥ മൂലം ലക്ഷങ്ങൾ ചിലവഴിച്ച് കനോലി കനാലിൽ നിന്നെടുത്ത മണ്ണ് വീണ്ടും കനാലിലേക്ക് ഒലിച്ചുപോകുന്നു. കനോലി കനാൽ ആഴം കൂട്ടുന്നതിനായാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് ചാവക്കാട് മൂന്നാങ്കല്ല് മുതൽ തിരുവത്ര പുതിയറ വരെ മണ്ണ്, ചെളി എന്നിവ നീക്കം ചെയ്തത്. ഏതാണ്ട് 10 മാസത്തിലധികമായി പണി ആരംഭിച്ചിട്ട്. മണ്ണെടുത്ത് കനോലി കനാലിന്റെ ഇരുവശത്തും കൂട്ടിയിട്ടു. മഴ കനത്തതോടെ ഈ മണ്ണ് കനാലിലേക്ക് തന്നെ ഒലിച്ചുപോയ സ്ഥിതിയാണ്. പുഴയിൽ നിന്ന് മണ്ണെടുക്കുന്ന സമയം തന്നെ ലേല നടപടികൾ ആരംഭിച്ചിരുന്നെങ്കിൽ ഈ രീതിയിൽ മണ്ണ് പുഴയിലേക്ക് പോകില്ലായിരുന്നു. ഇപ്പോഴാണ് ലേലം ചെയ്ത് മണ്ണ് കൊണ്ടുപോകാൻ തുടങ്ങിയത്. എന്നാൽ ചിലയിടത്ത് സ്ഥലമുടമകൾ ലോറിയിൽ മണ്ണ് കൊണ്ടുപോകാൻ വിസമ്മതിക്കുന്ന സ്ഥിതിയുമുണ്ട്. ഇറിഗേഷൻ വകുപ്പിന്റെ തികഞ്ഞ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് UDF നിയോജകമണ്ഡലം കൺവീനർ KV ഷാനവാസ് പറഞ്ഞു. ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെലവഴിച്ചിട്ടുള്ളത്. നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് മണ്ണ് എടുക്കുന്നതിന് വേണ്ടി അനുമതി കൊടുത്തിരുന്നെങ്കിൽ അവർ സൗജന്യമായിട്ട് മണ്ണ് എടുത്ത് നാഷണൽ ഹൈവേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇതിപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ചെലവിടുകയും എന്നാൽ അത് അടുത്ത കാലത്താണ് ടെൻഡർ കൊടുത്തിട്ടുള്ളത്. എല്ലാ എടുത്ത മണ്ണുകളൊക്കെ വീണ്ടും പുഴയിലേക്ക് തന്നെ ആണ് പോയിട്ടുള്ളത്. ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വരുത്തിവെച്ചിട്ടുള്ളത്. ഇതിനു ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ദേശീയപാത അധികൃതർ റോഡ് നിർമ്മാണത്തിനായി ചേറ്റുവ പുഴയിൽ നിന്ന് മണ്ണെടുക്കുന്നുണ്ട്. ഈ രീതിയിൽ സർക്കാരിനൊരു കരാറുണ്ടാക്കി മണ്ണെടുക്കാൻ അനുമതി കൊടുത്തിരുന്നെങ്കിൽ പ്രശ്നം ഒഴിവാക്കാമായിരുന്നു. ഈ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമാണ്. TCV ന്യൂസ്, ചാവക്കാട്. കനത്ത മഴയിൽ തകർന്ന മരോട്ടിച്ചാൽ വഴിനടച്ചിറ പാലം മന്ത്രി K രാജൻ സന്ദർശിച്ചു. പാലം നിർമ്മാണത്തിനായി കിഫ്ബി അനുമതിയോടുകൂടി KRFB ടെൻഡർ നടപടികൾ സ്വീകരിക്കും. താൽക്കാലികമായി പാലം ഗതാഗതയോഗ്യമാക്കുന്നതിനാവശ്യമായ പണം പുത്തൂർ പഞ്ചായത്ത് അനുവദിക്കും. ഇതിനായി DPC അനുമതി നൽകും. മലയോര ഹൈവേയുടെ പ്രവൃത്തികൾ ഏറ്റവും വേഗത്തിൽ ആരംഭിക്കും. വിലങ്ങന്നൂർ മുതൽ പുളിഞ്ചോട് വരെയുള്ള പ്രദേശത്ത് എസ്റ്റിമേറ്റ് തയ്യാറായി ടെൻഡർ നടപടികളിലേക്ക് കടക്കുമെന്നും മന്ത്രി അറിയിച്ചു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയ പ്രതികളായ നാരായണദാസിന്റെയും ലിവിയ ജോസിന്റെയും ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളി. കേസിൽ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണിയോടുള്ള വിരോധം ഉത്ഭവിച്ചത് ഷീലയുടെ മരുമകളുടെ സഹോദരി ലിവിയയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണെന്നും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും ജാമ്യം നൽകിയാൽ പ്രതികൾ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ കോടതിയിൽ ഹാജരായി. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിക്കുകയും പിന്നീട് ആക്രമിക്കുകയും ചെയ്ത കേസിൽ പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പറപ്പുക്കര മുത്രത്തിക്കര സ്വദേശി പൊറ്റിക്കൽ വീട്ടിൽ രാജേഷിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിനു പുറമെ യുവതി താമസിക്കുന്ന ഫ്ളാറ്റിൽ വെച്ച് ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, CPOമാരായ വിഷ്ണു, ജിജോ ജോസഫ്, ധനേഷ്, അസ്മാബി, ബിൻസി എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഒല്ലൂർ നിയോജക മണ്ഡലം മലയോര പട്ടയമേള റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. 4 വർഷങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്ത് 2.25 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്തതായി മന്ത്രി പറഞ്ഞു. ഈ സർക്കാർ അധികാരം ഒഴിയുന്നതിനു മുൻപ് 5 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ റവന്യൂ വകുപ്പ് ബഹുദൂരം മുന്നോട്ടു പോയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സബ് കളക്ടർ അഖിൽ V മേനോൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു,
പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 30 വർഷക്കാലമായി JDR-ഇല്ല നമ്മുടെ നാട്ടിൽ ജോയിന്റ് വെരിഫിക്കേഷൻ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ജില്ലയിൽ മഴയിൽ പരക്കനാശം. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും. പൊരിങ്ങൽകുത്ത് ഡാമിലെ രണ്ടാമത്തെ സ്ലൂയിസ് വാൽവ് കൂടി തുറന്നു. പടിയൂർ മേഖലയിൽ ശക്തമായ കാറ്റിൽ വൻ നാശം. മായന്നൂർ, മേലൂർ, മാള എന്നിവിടങ്ങളിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റി. അതീവ സുരക്ഷയിലാണ് വിയ്യൂരിലേക്ക് കൊണ്ടുവന്നത്. ഗോവിന്ദച്ചാമിയെ ഏകാന്ത തടങ്കലിലാക്കി. അയ്യന്തോൾ മേഖലയിൽ കന്നുകാലി ശല്യം രൂക്ഷം. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന കന്നുകാലി കൂട്ടങ്ങൾ വാഹനയാത്രികർക്കും പ്രദേശവാസികൾക്കും ഭീഷണിയായി മാറുന്നു. CC മുകുന്ദൻ MLA-ക്ക് സഹായവുമായി CPI നേതൃത്വം. MLA-യുടെ വീടിന്റെ ജപ്തി ഒഴിവാക്കാൻ പാർട്ടി ഇടപെടുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. MLA-യെ സന്ദർശിച്ച മന്ത്രി K. രാജൻ. ആമ്പല്ലൂരിൽ അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവർമാർ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. മാടക്കത്തറ സ്വദേശി കുളങ്ങരപ്പറമ്പിൽ വീട്ടിൽ ഋതുവിനാണ് കുത്തേറ്റത്. വടക്കാഞ്ചേരി അകമല കുഴിയോട് വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. തുടർച്ചയായി 11ാം ദിവസമാണ് മേഖലയിൽ കാട്ടാന എത്തുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.